ഹലോ, ഇന്ന് നമ്മൾ മോളെയും കൂട്ടിയിട്ട് ട്രിപ്പ് പോവാണ്. അവളുടെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. തലേന്ന് തന്നെ എല്ലാം പാക്ക് ചെയ്തു. ഫാമിലി ട്രിപ്പായിരുന്നു ടു ഊട്ടി. അതും ടൂറിസ്റ്റ് ബസ്സിലാണ് പോകുന്നത്. 2020 ലാസ്റ്റ് ടൈമായിട്ട് ഊട്ടിയിൽ പോയത്. പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല. ചെറിയ കുട്ടിയെയും കൊണ്ട് യാത്രയൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും ഊട്ടിയിലേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ട് ഇറങ്ങി തിരിച്ചു. അങ്ങനെ ബസ്സിൽ നല്ല പാട്ടും കളികളൊക്കെ ആയിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നായിരുന്നു യാത്ര പോകുന്നത്. ഹസ്ബൻഡ് കൂടെ ഇല്ലെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു, കുട്ടിയെ എടുക്കാനും ഒക്കെ. അങ്ങനെ വഴിക്കടവ് ചുരം കയറാൻ തുടങ്ങി. ചെറിയ രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തേയിലത്തോട്ടങ്ങളും യൂക്കാലിപ്സ് മരങ്ങളും എല്ലാം കാണാൻ തുടങ്ങി. ഈ പച്ചപ്പും തണുപ്പും ഒക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ യാത്ര പോകുന്നത്. മോനും തന്നെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അവനിതുപോലെ കുഞ്ഞു കുട്ടിയാവുമ്പോഴാണ് ഊട്ടിയിലേക്ക് അവനെയും കൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അവന് ഓർമ്മയില്ല. അങ്ങനെ ഇതാ നമ്മൾ തമിഴ്നാടൊക്കെ എത്തിയിട്ടുണ്ട്. ഷൂട്ടിംഗ് പോയിൻറ്റിൻ്റെ അവിടെ എല്ലാവരും നിർത്തിയപ്പോൾ ഞാൻ ഇറങ്ങിയില്ല. മോൾക്ക് ആ ടൈമിൽ ഫുഡ് കൊടുത്തു. ദെൻ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. വഴിക്കടയിൽ വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുപോയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അങ്ങനെ ഉച്ച ടൈമായപ്പോൾ കർണാടക ശ്രീ ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ്റെ അവിടെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് പിന്നെയാണ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറിയത്. ഊട്ടി ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അത്രയ്ക്ക് ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. അവിടെ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഇവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫീൽ ചെയ്തത്. എന്നാലും ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാര്യമായിട്ടും ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നടക്കാനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു. മോള് ചെറുതായിട്ട് കരയാനൊക്കെ തുടങ്ങി രാത്രിയായപ്പോൾ. അങ്ങനെ തിരിച്ചുള്ള യാത്രയാണ് ഭയങ്കര റിസ്ക് ആയിട്ട് തോന്നിയത്. വീട്ടിലൊന്ന് എത്തിക്കിട്ടിയാൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ കുട്ടികളെല്ലാവരും ഉറങ്ങി, നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. ചുരമൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് വഴിക്കടവ് എത്തിയപ്പോൾ നമ്മൾ ചിക്കിങ്ങിൽ കയറി ബ്രോസ്റ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോൾ ഫാമിലി എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് പോന്നു. ഈ ഒരു വെക്കേഷൻ ടൈം കുട്ടികൾക്കൊക്കെ ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.